ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇൻഫിനിറ്റി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പോക്സോ ആക്ടിനെ പറ്റിയിട്ടാണ്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫെൻസസ് ആക്ട്. നമുക്കറിയാം, നമ്മളൊരു PSC എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണിത്. ഒരു 10th ലെവൽ തുടങ്ങി ഡിഗ്രി ലെവൽ വരെ ആണെങ്കിലും ഇനിയിപ്പോൾ യൂണിഫോം പോസ്റ്റ് ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണിത്. അതിന് പുറമെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഈ ഒരു നിയമം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ് പോക്സോ ആക്ട്, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫെൻസസ് ആക്ട് 2012. ഐക്യരാഷ്ട്ര സംഘടനയുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കൺവെൻഷൻ നടന്നിട്ടുണ്ട്. UNCRC അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻ കൺവെൻഷൻ ഫോർ റൈറ്റ് ഓഫ് ചിൽഡ്രൻ. അത് 1989 നടന്നത്. അപ്പോൾ ഈ ഒരു കൺവെൻഷനിൽ ഇന്ത്യ ഗവൺമെൻറ് ഒപ്പുവെച്ചത് 1992 ഡിസംബർ 11 ഇനി 2003 ഗോവ ചിൽഡ്രൻസ് ആക്ട് മാത്രമാണ് നമ്മൾ ഈ പറഞ്ഞ പോക്സോ നിയമം വരുന്നതിന് മുൻപ് ഇന്ത്യയിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണത്തിനെതിരായ ശക്തമായൊരു നിയമം ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ പറയുമ്പോൾ കുട്ടികൾ ഇരകളാക്കപ്പെടുകയും അതുപോലെ തന്നെ ദുരുപയോഗം ചെയ്യപ്പെടുന്നതുമായ കേസുകളെ പൊതുവെ 2 വിഭാഗങ്ങളിലായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം കുട്ടികൾക്കെതിരായ ശിക്ഷാർഹമായ കുറ്റകൃത്യങ്ങൾ. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് എന്നുള്ളത് ഇപ്പോൾ ഭാരതീയ ന്യായ സംഹിതയുടെ കീഴിലാണ് വരിക. രണ്ടാമത്തത് സ്പെഷ്യൽ ആൻഡ് ലോക്കൽ നിയമപ്രകാരം കുട്ടികൾക്കെതിരെയുള്ള ശിക്ഷാർഹമായ കുറ്റകൃത്യങ്ങൾ. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായിട്ട് അംഗീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് പോക്സോ നിയമം എന്ന് പറയുന്നത്. മറ്റൊരു നിയമമാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. ഇന്ത്യയിൽ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായിട്ട് 2012 വന്ന നിയമമാണ് പോക്സോ ആക്ട്. പോക്സോ ആക്ടിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2012 ജൂൺ 19 അതുപോലെ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നത് 2012 നവംബർ 14 ഇനി കുട്ടികളുടെ സംരക്ഷണം ഉൾക്കൊള്ളുന്ന മന്ത്രാലയം എന്ന് പറയുന്നത് വനിതാ ശിശുക്ഷേമ മന്ത്രാലയമാണ്. ഈ 2012 നിലവിൽ വന്ന പോക്സോ ആക്ടിൽ മൊത്തം 9 അധ്യായങ്ങളാണുള്ളത്. ഈ 9 അധ്യായങ്ങളിലായിട്ട് 46 സെക്ഷനാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. അതിൽ അധ്യായം 1 പ്രാരംഭം, അതിൽ ഉൾക്കൊള്ളുന്ന സെക്ഷനുകൾ 1 തുടങ്ങി 2 വരെയാണ്. അധ്യായം 2 പറയുന്നത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ. അത് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് 3 to 12 ആണ്. അധ്യായം 3 പറയുന്നത് കുട്ടികളെ അശ്ലീല കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ പോണോഗ്രഫിക്ക് ഉപയോഗിക്കുന്നതും അതിനുള്ള ശിക്ഷാ നടപടികളാണ്. അത് വരുന്ന സെക്ഷൻ 13 തുടങ്ങി 15 വരെയാണ്. അധ്യായം 4 പറയുന്നത് കുറ്റകൃത്യം ചെയ്യാൻ ശ്രമിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത്. അതിൽ വരുന്ന സെക്ഷനുകൾ 16 തുടങ്ങി 18 വരെയാണ്. അധ്യായം 5 പറയുന്നത് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളാണ്. അതിൽ വരുന്ന സെക്ഷനുകൾ 19 തുടങ്ങി 23 വരെയാണ്. അധ്യായം 6 പറയുന്നത് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമങ്ങളാണ്. അതിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് 24 തുടങ്ങി 27 വരെയാണ്. അധ്യായം 7 പറയുന്നത് സ്പെഷ്യൽ കോടതികളെ കുറിച്ചിട്ടാണ്. അതിൻ്റെ സെക്ഷൻ വരുന്നത് 28 തുടങ്ങി 32 വരെയാണ്. അധ്യായം 8 പറയുന്നത് സ്പെഷ്യൽ കോടതികളുടെ നടപടിക്രമവും അധികാരങ്ങളും തെളിവെടുക്കുന്ന വിധവും ഒക്കെയാണ്. അതിൽ വരുന്ന സെക്ഷനുകൾ 33 മുതൽ 38 വരെയാണ്. അധ്യായം 9 പലവക എന്നാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 39 തുടങ്ങി 46 വരെ. അങ്ങനെ 9 അധ്യായങ്ങളും 46 സെക്ഷനുമാണ് ഇതിൽ വരുന്നത്. പോക്സോ നിയമപ്രകാരം കുട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18 വയസ്സിന് താഴെ പ്രായമുള്ള ഏതൊരാളുമാണ്. ആൺ പെൺ വ്യത്യാസം ഇവിടെ കണക്കാക്കുന്നില്ല. പക്ഷേ ബാലവേല നിരോധന നിയമപ്രകാരം കുട്ടികളായി കണക്കാക്കുന്നത് 14 വയസ്സാണ്. ഇന്ന് നമ്മുടെ പോക്സോ നിയമത്തിലെ വകുപ്പ് 2D ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. 18 വയസ്സിന് താഴെ പ്രായമുള്ള ആളെയാണ് നമ്മൾ കുട്ടിയായിട്ട് കണക്കാക്കുന്നത്. പോക്സോ ആക്ടിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ലൈംഗിക അക്രമം, ലൈംഗിക പീഡനം, അശ്ലീലത തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക. ഈ പോക്സോ നിയമത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, ആൺ പെൺ വ്യത്യാസമില്ലാതെ ലൈംഗിക ചൂഷണത്തിനിരയാകുന്ന കുട്ടികൾക്ക് നിയമസംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്നു. കുട്ടികൾക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾക്ക് തരംതിരിച്ചുള്ള നടപടിക്രമങ്ങളും ശിക്ഷയും ഈ ഒരു നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. പോക്സോ നിയമപ്രകാരം കേസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. മാതാപിതാക്കൾ, സർക്കാർ ഉദ്യോഗസ്ഥർ, ചൈൽഡ് ലൈൻ, ഡോക്ടർമാർ അല്ലെങ്കിൽ ആശുപത്രി ജീവനക്കാർ, സ്കൂൾ അധ്യാപകർ, സ്കൂൾ ജീവനക്കാർ, പൊതുപ്രവർത്തകർ, കൂടാതെ ഏതൊരു കുട്ടിക്കും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും.
അതിന് പുറമെ പൊതുജനത്തിനും ആർക്ക് വേണമെങ്കിലും ഈ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പോക്സോ കേസുമായിട്ട് ബന്ധപ്പെട്ട പരാതി നമ്മൾ ആർക്കാണ് നൽകേണ്ടതെന്ന് പറയാം. ലോക്കൽ പോലീസിന് കൊടുക്കാം, അല്ലെങ്കിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനെ അറിയിക്കാം, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റീനെ അറിയിക്കാം, അല്ലെങ്കിൽ ചൈൽഡ് ലൈനിൽ വിളിച്ചു പറയാം. അതിനൊരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട് 1098 അല്ലെങ്കിൽ 1098 എന്നുള്ള ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അതുപോലെ തന്നെ നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്, അതുപോലെ സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്. ഇനി കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതി നമുക്ക് ഓൺലൈനായിട്ടും രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനു വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പോക്സോ ഇ ബോക്സ് എന്ന് പറയുന്നത്. ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മേനകാ ഗാന്ധിയാണ്. 2016 ആഗസ്റ്റ് 26 ഈ പോക്സോ ഇ ബോക്സ് എന്ന് പറയുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. 2012 നിലവിൽ വന്ന പോക്സോ നിയമം ഭേദഗതി ചെയ്തിട്ടുണ്ടായിരുന്നു 2019. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗിക അതിക്രമണത്തിന് വധശിക്ഷ വരെ നൽകാനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഭേദഗതി കൊണ്ടുവന്നത്. അപ്പോൾ ഈ ഭേദഗതി ചെയ്ത ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിച്ചത് സ്മൃതി ഇറാനിയാണ്. അന്നത്തെ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയായിരുന്നു. അത് രാജ്യസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 24 ഈ ഒരു ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് വീരേന്ദ്രകുമാറാണ്. അത് വനിതാ ശിശു വികസന സഹമന്ത്രിയായിരുന്നു. ലോകസഭ പാസ്സാക്കിയത് 2019 ആഗസ്റ്റ് 1 ബില്ലിന് പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് 2019 ആഗസ്റ്റ് 5 ഈ ഒരു ബില്ലിൽ സൈൻ ചെയ്തത് നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന രാംനാഥ് കോവിന്ദാണ്. ഓരോ വകുപ്പിലും എന്താണ് പറയുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. നമ്മളൊരു കഴിഞ്ഞ 2 വർഷത്തെ PSC എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ നോക്കുകയാണെങ്കിൽ വകുപ്പുകളൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വകുപ്പ് 3 പറയുന്നത് പ്രവേശിത ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ പെനിട്രേറ്റീവ് സെക്ഷൽ അസൾട്ട് എന്നുള്ളതാണ്. അപ്പോൾ അതെന്താന്ന് നോക്കാം. കുട്ടിയുടെ വായിലോ സ്വകാര്യ ഭാഗങ്ങളിലോ ശരീരഭാഗമോ മറ്റു വസ്തുക്കളോ പ്രവേശിപ്പിക്കുകയോ മറ്റൊരാളെ ഇപ്രകാരം ചെയ്യാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന പ്രവൃത്തികളാണ് പെനിട്രേറ്റീവ് സെക്ഷൽ അസൾട്ട് അല്ലെങ്കിൽ പ്രവേശിത ലൈംഗിക അതിക്രമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ പറയുന്ന ഒരു വ്യക്തി പ്രവേശിത ലൈംഗിക അതിക്രമം നടത്തിയതായി പറയുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പറയുന്നത് അയാൾ ഒരു കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് ഏത് പരിധിവരെയും തൻ്റെ ലിംഗം തള്ളിക്കയറ്റുകയോ കുട്ടിയെ കൊണ്ടോ അയാളുമായോ മറ്റാരെങ്കിലുമായോ അങ്ങനെ ചെയ്യിക്കുന്നത്. രണ്ടാമത് പറയുന്നത് അയാൾ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് ഏതെങ്കിലും വസ്തുവോ ലിംഗമല്ലാതെ ശരീരത്തിൻ്റെ ഒരു ഭാഗമോ ഏത് പരിധിവരെയും തള്ളിക്കയറ്റുന്നതോ കുട്ടിയെ കൊണ്ട് അയാളെയോ മറ്റാരെങ്കിലെയുമോ അങ്ങനെ ചെയ്യിക്കുന്നത്. മൂന്നാമത് പറയുന്നത് അയാൾ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് കുട്ടിയുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം കൃത്രിമമായിട്ട് വളച്ചുപയോഗിച്ച് തള്ളിക്കയറ്റുന്നതിന് കാരണമാവുകയോ അയാളെയോ മറ്റാരെങ്കിലെയുമോ ഇങ്ങനെ ചെയ്യിക്കുന്നത്. നാലാമത്തെ സന്ദർഭം അയാൾ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലേക്ക് വായു ഉപയോഗിക്കാതെ കുട്ടിയെ കൊണ്ട് അയാളുമായോ മറ്റാരെങ്കിലുമായോ ഇങ്ങനെ ചെയ്യിക്കുന്നത്. അപ്പോൾ ഈ 4 സന്ദർഭമാണ് പെനിട്രേറ്റീവ് സെക്ഷൽ അസൾട്ടിൽ പറയുന്നത്. ഇനി വകുപ്പ് 4 പറയുന്നത് പ്രവേശിത ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ പെനിട്രേറ്റീവ് സെക്ഷൽ അസൾട്ടിനുള്ള ശിക്ഷയെക്കുറിച്ചിട്ടാണ്. ഇപ്പോൾ 2019 പോക്സോ ഭേദഗതി നിയമപ്രകാരം വകുപ്പ് 4 വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അങ്ങനെ ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തിക്കുള്ള ശിക്ഷകളിൽ മാറ്റം വരുത്തി വകുപ്പ് 4 1, 2, 3 എന്നീ വകുപ്പുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതെന്താന്ന് നോക്കാം. വകുപ്പ് 4 പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രവേശിത ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തിക്കുള്ള ശിക്ഷ 10 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകുന്നതുമായ തടവ് ശിക്ഷയും കൂടാതെ പിഴ ശിക്ഷയും. ഇനി വകുപ്പ് 4 പറയുന്നത് 16 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ പ്രവേശിത ലൈംഗിക അതിക്രമണം നടത്തുന്നതിനുള്ള ശിക്ഷ 20 വർഷത്തിൽ കുറയാത്തതോ അല്ലെങ്കിൽ ജീവപര്യന്തമോ കൂടാതെ പിഴ ശിക്ഷയും ഇവർക്ക് ലഭിക്കും. ഇവിടെ ജീവപര്യന്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ സ്വാഭാവിക ജീവിതത്തിൽ ശേഷിക്കുന്ന കാലയളവ് മൊത്തം എന്നാണ്. ഇനി വകുപ്പ് 4(3) പറയുന്നത് പ്രതിയിൽ നിന്നും ഈടാക്കിയ പിഴത്തുക അതിക്രമത്തിന് ഇരയായവരുടെ ചികിത്സാ ചെലവുകൾക്കും പുനരധിവാസത്തിനും അനുവദിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വകുപ്പ് 3 പെനിട്രേറ്റീവ് സെക്ഷൽ അസൾട്ട്, വകുപ്പ് 4 പറയുന്നത് ഇതിനുള്ള ശിക്ഷ, അതായത് പ്രവേശിത ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷ. ഇത് 2019 ഭേദഗതി നിയമമാണ് നമ്മൾ പറഞ്ഞത്. ഇനി 2012 ഏറ്റവും ഒറിജിനലി ഉണ്ടായിരുന്ന ആക്ടിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രവേശിത ലൈംഗിക അതിക്രമം ചെയ്യുന്നതിനുള്ള ശിക്ഷ കുറഞ്ഞ ശിക്ഷ 7 വർഷം, കൂടിയ ശിക്ഷ ജീവപര്യന്തവും കൂടാതെ പിഴ ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. അപ്പോൾ ഇത്രയുമാണ് 2012 പറഞ്ഞിട്ടുള്ളൂ.
വകുപ്പ് 5 പറയുന്നത് ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമത്തെക്കുറിച്ചാണ്. അതായത് സംരക്ഷിക്കേണ്ടവർ തന്നെ കുട്ടികളെ ഇതിന് ഇരയാക്കുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം ഉൾപ്പെടുന്നവർ ആരൊക്കെയാണെന്ന് നോക്കാം. പോലീസ് ഓഫീസറായ ഏതെങ്കിലും ഒരു വ്യക്തി അയാൾ നിയമിക്കപ്പെട്ടിരിക്കുന്ന പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലോ പരിസരത്ത് വെച്ചോ, അല്ലെങ്കിൽ അയാൾ നിയമിക്കപ്പെട്ടിരിക്കുന്ന പോലീസ് സ്റ്റേഷൻ്റെ സ്ഥിതി ചെയ്യുന്നതോ അല്ലാത്തതോ ആയ ഏതെങ്കിലും സ്റ്റേഷൻ ഹൗസിൻ്റെ പരിസരത്ത് വെച്ച് അയാളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഇടയിലോ അല്ലാതെയോ അയാൾ ഒരു പോലീസ് ഓഫീസറാണെന്ന് അറിയുന്നതോ അല്ലെങ്കിൽ തിരിച്ചറിയുന്നതോ ആയ പ്രദേശത്ത് വെച്ചോ കുട്ടിക്ക് നേരെ പ്രവേശിത ലൈംഗിക അതിക്രമം നടത്തുമ്പോൾ, ഇനി സായുധ സേനയിലോ സുരക്ഷാ സേനയിലോ അംഗമായിരിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ വിന്യസിച്ചിരിക്കുന്ന പ്രദേശത്തിൻ്റെ പരിധിക്കുള്ളിൽ അല്ലെങ്കിൽ സൈന്യത്തിൻ്റെയോ സായുധ സേനയുടെയോ കീഴിലുള്ള ഏതെങ്കിലും ഒരു പ്രദേശങ്ങളിൽ അയാളുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൻ്റെ ഇടയിലോ അല്ലാതെയോ അയാൾ ഒരു സായുധ സേനാ അംഗം അല്ലെങ്കിൽ സംരക്ഷണ സേനാംഗം എന്ന നിലയിൽ അറിയുന്നതും അല്ലെങ്കിൽ തിരിച്ചറിയുന്നതോ ആയ സ്ഥലത്ത് വെച്ചിട്ട് ഒരു കുട്ടിക്ക് നേരെ പ്രവേശിത ലൈംഗികാതിക്രമം നടത്തുന്നത് പറഞ്ഞ ഗൗരവതര പ്രവേശിത ലൈംഗികാതിക്രമം അല്ലെങ്കിൽ അഗ്രഗേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസൾട്ടിൽ ഉൾപ്പെടുന്ന മറ്റ് സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ഏതെങ്കിലും ഒരു പബ്ലിക് സർവൻറ്റ് ഒരു കുട്ടിക്ക് നേരെ ഇത്തരത്തിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ജയിൽ, റിമാൻഡ് ഹോം, ഒബ്സർവേഷൻ ഹോം, അല്ലെങ്കിൽ കുട്ടിയുടെ കസ്റ്റഡിക്കോ അല്ലെങ്കിൽ സംരക്ഷണത്തിനോ പരിചരണത്തിനോ നിലവിലുള്ള നിയമപ്രകാരം സ്ഥാപിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെയും ഭരണനിർവഹണത്തിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനോ ജീവനക്കാരനോ അതത് സ്ഥാപനത്തിൽ താമസിക്കുന്ന കുട്ടിയെ ഇത്തരത്തിൽ പ്രവേശിത ലൈംഗിക അതിക്രമത്തിന് വിധേയരാക്കുന്നത് ഒരു സർക്കാർ സ്വകാര്യ ആശുപത്രിയിലെ ഭരണനിർവഹണത്തിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥനോ ജീവനക്കാരനോ ആശുപത്രിയിൽ വെച്ചിട്ട് ഒരു കുട്ടിയെ ഇത്തരത്തിൽ അതിക്രമത്തിന് ഇരയാക്കുന്നത്, കൂടാതെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെയോ മതസ്ഥാപനത്തിൻ്റെയോ മാനേജ്മെൻറ്റും സ്റ്റാഫിലും ഉള്ളവർ ആ സ്ഥാപനത്തിലെ കുട്ടിക്ക് നേരെ ഇത്തരത്തിൽ ഗൗരവതര പ്രവേശിത ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കുന്നത്, ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ഒരു കുട്ടിയെ ഇത്തരത്തിലുള്ള പെനിട്രേറ്റീവ് സെക്ഷൽ അസൾട്ടിന് വിധേയമാക്കുന്നത്. പെൺകുട്ടിയാണെങ്കിൽ ഈ പ്രവേശിത ലൈംഗികാതിക്രമത്തിൻ്റെ ഫലമായി ആ കുട്ടി ഗർഭിണിയാവുകയാണെങ്കിൽ ഒരാൾ മാരകായുധങ്ങൾ, തീ, ചൂടുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ നശിക്കുന്ന പദാർത്ഥം മുതലായവ ഉപയോഗിച്ച് ഒരു കുട്ടിക്ക് നേരെ അതിക്രമം നടത്തുമ്പോൾ ഇത്തരത്തിലുള്ള ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ അഗ്രഗേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസൾട്ട് നടത്തിയതിൻ്റെ ഫലമായിട്ട് ഒരു കുട്ടി അനുഭവിക്കുന്ന കുറച്ച് ദുരന്തങ്ങളുണ്ട്. അതായത് കുട്ടിക്ക് ശാരീരികമായ വൈകല്യം ഉണ്ടാവുകയോ അല്ലെങ്കിൽ മാനസിക രോഗം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ശാശ്വതമായോ താൽക്കാലികമായോ ദൈനംദിന പ്രവർത്തികളിൽ ഏർപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാകുന്നത്, HIV അല്ലെങ്കിൽ ജീവന് ഹാനികരമാകുന്ന മറ്റേതെങ്കിലും രോഗമോ അണുബാധയോ ഇത്തരം പ്രവേശിത ലൈംഗിക അതിക്രമത്തിലൂടെ കുട്ടിക്ക് പകരാൻ കാരണമാവുകയോ ശാശ്വതമായും താൽക്കാലികമായും ദൈനംദിന പ്രവർത്തികളിൽ ഏർപ്പെടാൻ കഴിയാതെ വരുന്ന തരത്തിലുള്ള എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാവുകയോ മാനസിക രോഗം ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ മരണത്തിന് കാരണമാകുന്നത് ഒരാൾ കുട്ടിയുടെ മാനസിക ശാരീരിക പരിമിതികളെ മുതലെടുത്തിട്ട് കുട്ടിയെ പ്രവേശിത ലൈംഗികാതിക്രമത്തിന് ഇരയാക്കുന്നത്, ഒന്നിലധികം തവണയോ ആവർത്തിച്ചോ കുട്ടിക്ക് നേരെ ഇത്തരത്തിലുള്ള പെനിട്രേറ്റീവ് സെക്ഷൽ അസൾട്ട് നടത്തുന്നത്, 12 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയെ ഇത്തരത്തിൽ പെനിട്രേറ്റീവ് സെക്ഷൽ അസൾട്ടിന് വിധേയമാക്കുന്നത്, കുട്ടിയുമായുള്ള ബന്ധുത്വത്തിൻ്റെ അതായത് രക്തബന്ധം, ദത്തെടുക്കൽ, വിവാഹം, ഫോസ്റ്റർ കെയർ എന്നിവ വഴി കുട്ടിയുടെ മാതാപിതാക്കളുമായോ ഗാർഹിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരോ കുട്ടിയുമായി ഒരേ കുടുംബത്തിലോ താമസിക്കുന്നവരോ ആയ ആരെങ്കിലും കുട്ടിക്കെതിരെ ഇത്തരത്തിൽ പെനിട്രേറ്റീവ് സെക്ഷൽ അസൾട്ട് നടത്തുന്നത്, കുട്ടിക്ക് സഹായം നൽകി വരുന്ന ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ ഉടമയോ ഭരണനിർവഹണത്തിന് അധികാരപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥനോ ജീവനക്കാരനോ കുട്ടിക്ക് നേരെ ഇത്തരത്തിൽ പെനിട്രേറ്റീവ് സെക്ഷൽ അസൾട്ടിന് വിധേയമാക്കുന്നത്, കുട്ടി വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതോ കുട്ടിയുടെ മേൽ അധികാരമുള്ളതുമായ ഒരാൾ ഒരു സ്ഥാപനത്തിലോ കുട്ടിയുടെ വീട്ടിലോ മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ചിട്ട് ഇത്തരത്തിൽ പെനിട്രേറ്റീവ് സെക്ഷൽ അസൾട്ടിന് വിധേയമാക്കുന്നത്, ഒരു കുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും പ്രവേശിത ലൈംഗികാതിക്രമത്തിന് വിധേയമാക്കുന്നത്, ഒരാൾ കുട്ടിയെ ഇത്തരത്തിലുള്ള പെനിട്രേറ്റീവ് സെക്ഷൽ അസൾട്ടിന് വിധേയമാക്കുകയും കൊലപാതകം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്, വർഗീയ വിഭാഗീയതയുടെ അല്ലെങ്കിൽ ലഹളകളുടെ ഒക്കെ ഇടയിൽ അല്ലെങ്കിൽ പ്രകൃതി ദുരന്തത്തിൻ്റെ സമയത്തൊക്കെ കുട്ടികളെ ഇത്തരത്തിൽ പ്രവേശിത ലൈംഗികാതിക്രമത്തിന് വിധേയരാക്കുന്നത്, ഒരാൾ കുട്ടിയുടെ മേൽ പ്രവേശിത ലൈംഗികാതിക്രമം നടത്തുകയും ഈ നിയമപ്രകാരമോ നിലവിലുള്ള മറ്റേതെങ്കിലും നിയമപ്രകാരമോ ഏതെങ്കിലും കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ഒരാൾ ഒരു കുട്ടിക്ക് നേരെ ഇത്തരത്തിൽ പെനിട്രേറ്റീവ് സെക്ഷൽ അസൾട്ട് നടത്തുകയോ കുട്ടിയെ പൊതുസ്ഥലത്ത് നഗ്നരാക്കി നടത്തുകയോ ചെയ്യുന്നത്. അപ്പോൾ കുട്ടി ഇത്രയും ദുരനുഭവങ്ങൾ ഉണ്ടായതും ഇതിൻ്റെ കീഴിൽ തന്നെയാണ് വരുന്നത്, സെക്ഷൻ 5 കീഴിൽ തന്നെയാണ് വരുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ സെക്ഷൻ 5 മെൻഷൻ ചെയ്ത മുഴുവൻ കാര്യങ്ങൾക്കുള്ളും ശിക്ഷയാണ് സെക്ഷൻ 6 പറയുന്നത്. ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമണത്തിനുള്ള ശിക്ഷയാണ് വകുപ്പ് 6 പറയുന്നത്. 2019 പോക്സോ ഭേദഗതി നിയമപ്രകാരം വകുപ്പ് 6 ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ അഗ്രിഗേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസൾട്ട് ചെയ്യുന്നുള്ള വ്യക്തിക്കുള്ള പരമാവധി ശിക്ഷ വധശിക്ഷ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ 2012 നിയമപ്രകാരം വധശിക്ഷ ഇതിലുണ്ടായിരുന്നില്ല. അപ്പോൾ വകുപ്പ് 6(1) പ്രകാരം ഗൗരവതര പ്രവേശിത ലൈംഗികാതിക്രമണത്തിനുള്ള ശിക്ഷ 20 വർഷത്തിൽ കുറയാത്തതും ജീവപര്യന്തം വരെ ആകുന്നതുമായ കഠിന തടവും പിഴ ശിക്ഷയും അല്ലെങ്കിൽ വധശിക്ഷ എന്നാണ് പറയുന്നത്. അപ്പോൾ പരമാവധി വധശിക്ഷ നൽകാവുന്ന കുറ്റമാണിത്. വകുപ്പ് 6(2) പ്രകാരം ചുമത്തപ്പെട്ട പിഴ ഇരയുടെ ചികിത്സാ ചെലവുകൾക്കും പുനരധിവാസത്തിനുമായിട്ട് നൽകേണ്ടതാണ്. 2012 പോക്സോ നിയമപ്രകാരം ആണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തിക്കുള്ള കുറഞ്ഞ ശിക്ഷ 10 വർഷത്തിൽ കുറയാത്ത കഠിന തടവ്, കൂടിയ ശിക്ഷ ജീവപര്യന്തം കഠിന തടവും കൂടാതെ പിഴ ശിക്ഷയും ലഭിക്കുന്നതാണ്. അപ്പോൾ 19 ഭേദഗതി പ്രകാരമാണ് ഇതിൽ വധശിക്ഷ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സെക്ഷൻ 5 ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമം, സെക്ഷൻ 6 ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമത്തിൻ്റെ ശിക്ഷ. ഇനി സെക്ഷൻ 7 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട വകുപ്പാണ് സെക്ഷൻ 7. ഈ ഒരു വകുപ്പ് പ്രകാരം ലൈംഗിക ചിന്തയോടെ കുട്ടിയുടെ ശരീരത്തിലെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുകയോ അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് തങ്ങളുടെ ശരീരത്തിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിപ്പിക്കുകയോ സ്പർശിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നത് ലൈംഗിക അതിക്രമമാണ്. ഈ ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയെ പറ്റിയാണ് വകുപ്പ് 8 പറയുന്നത്. വകുപ്പ് 8 പ്രകാരം ഇതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 3 മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷയും പിഴയുമാണ്. ഇനി സെക്ഷൻ 9 പറയുന്നത് ഗൗരവതര ലൈംഗിക അതിക്രമത്തെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ നേരത്തെ സെക്ഷൻ 5 പറഞ്ഞപ്പോൾ കുറേ സംരക്ഷിക്കേണ്ട ഒരു ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവർ തന്നെ കുട്ടിക്ക് എതിരായിട്ട് ലൈംഗിക അതിക്രമം നടത്തുമ്പോഴാണ് ഗൗരവതര ലൈംഗിക അതിക്രമം സെക്ഷൻ 9 വരുന്നത്. ഈ ഗൗരവതര ലൈംഗിക അതിക്രമണത്തിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് വകുപ്പ് 10 പറയുന്നത്. ഇതിനുള്ള ശിക്ഷ 5 വർഷത്തിൽ കുറയാത്തതും എന്നാൽ 7 വർഷം വരെ നീട്ടിയാക്കാവുന്നതുമായ തടവ് ശിക്ഷയും പിഴ ശിക്ഷയുമാണ്. വകുപ്പ് 11 ലൈംഗിക പീഡനത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരാൾ ഒരു കുട്ടിയെ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കി എന്ന് കരുതാവുന്ന സാഹചര്യങ്ങൾ, കുട്ടി കേൾക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ലൈംഗിക ചുവയുള്ള എന്തെങ്കിലും പറയുകയോ ശബ്ദം പുറപ്പെടുവിക്കുകയോ ചെയ്യുന്നത്, കുട്ടി കാണണമെന്ന ഉദ്ദേശത്തോടെ ഏതെങ്കിലും വസ്തുവോ ശരീരഭാഗമോ സാധനമോ പ്രദർശിപ്പിക്കുക, കുട്ടിയെ കൊണ്ട് തൻ്റെ ശരീരമോ ഭാഗമോ മറ്റുള്ളവർക്ക് മുൻപിൽ പ്രദർശിപ്പിക്കുക, അശ്ലീലതയ്ക്ക് വേണ്ടി ഏതെങ്കിലും ഒരു വസ്തു ഒരു കുട്ടിയെ ഏതെങ്കിലും രൂപത്തിലോ മാധ്യമത്തിലൂടെയോ കാണിക്കുക, നേരിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാധ്യമം മുഖേനയോ സ്ഥിരമായ ഒരു കുട്ടിയെ പിന്തുടരുകയും നിരീക്ഷിക്കുകയും ബന്ധപ്പെടുകയോ ചെയ്യുക, ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ച് ഒരു കുട്ടിയുടെ യഥാർത്ഥമോ കെട്ടിച്ചമച്ചതോ ആയ ലൈംഗിക പ്രവർത്തികളോ ശരീരഭാഗങ്ങളോ ഉപയോഗിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക, അശ്ലീല കാര്യങ്ങൾക്കായിട്ട് ഒരു കുട്ടിയെ വശീകരിക്കുകയോ അതിനായിട്ട് പാരിതോഷികം നൽകുകയോ ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ലൈംഗിക പീഡനത്തിൽ വരുന്നത്. അത് വകുപ്പ് 11. ഇനി ലൈംഗിക പീഡനത്തിനുള്ള ശിക്ഷയാണ് വകുപ്പ് 12. വകുപ്പ് 12 പ്രകാരം ലൈംഗിക പീഡനത്തിന് ഒരാൾക്ക് ലഭിക്കുന്ന ശിക്ഷ 3 വർഷം വരെ ആകാവുന്ന തടവും പിഴ ശിക്ഷയുമാണ്. വകുപ്പ് 13 പറയുന്നത് കുട്ടിയെ അശ്ലീല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. അതായത് ലൈംഗിക സംതൃപ്തിക്കായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മാധ്യമങ്ങൾ, ടെലിവിഷൻ ചാനലുകൾ, ഇൻ്റർനെറ്റോ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് രൂപമോ അച്ചടി മാധ്യമമോ പരസ്യങ്ങളോ കുട്ടിയെ ഉപയോഗിക്കുന്നത്, കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്നത്, യഥാർത്ഥമായോ കൃത്രിമമായോ ലൈംഗിക കൃത്യങ്ങളിൽ ഏർപ്പെടാൻ ഒരു കുട്ടിയെ ഉപയോഗിക്കുന്നത്, അസഭ്യമോ അശ്ലീലമോ ആയ രീതിയിൽ കുട്ടിയെ പ്രദർശിപ്പിക്കുന്നത്, ഇത്തരത്തിൽ കുട്ടികളെ അശ്ലീല കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി കുറ്റക്കാരനായിട്ട് തീരുന്നുണ്ട്. ഇത്തരത്തിൽ അശ്ലീല കാര്യങ്ങൾക്ക് കുട്ടിയെ ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 14. വകുപ്പ് 14(1) പ്രകാരം 5 വർഷത്തിൽ കുറയാത്ത തടവ് ശിക്ഷയും പിഴ ശിക്ഷയും, ഇനി രണ്ടാമത്തേതോ തുടർന്നുള്ളതോ ആയ കുറ്റത്തിന് 7 വർഷത്തിൽ കുറയാത്ത തടവും പിഴ ശിക്ഷയും ലഭിക്കുന്നതാണ്. ഇനി വകുപ്പ് 14(2) പ്രകാരം അശ്ലീല ആവശ്യങ്ങൾക്കായി കുട്ടിയെ ഉപയോഗിക്കുന്നവർ
അത്തരം പ്രവർത്തികളിൽ നേരിട്ട് പങ്കെടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ വകുപ്പ് 3, 5, 7, 9 എന്നിവയിൽ പരാമർശിച്ചിട്ടുള്ള കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ വകുപ്പ് 14 പ്രകാരമുള്ള ശിക്ഷയ്ക്ക് പുറമെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 3, 5, 7, 9 സെക്ഷനുള്ള ശിക്ഷകളില്ലേ 4, 6, 8, 10 എന്നിവ പ്രകാരമുള്ള ശിക്ഷകൾ കൂടി ലഭിക്കുന്നതാണ്. കുട്ടി ഉൾപ്പെടുന്ന അശ്ലീല സാമഗ്രികൾ സൂക്ഷിക്കുന്നതിനുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് വകുപ്പ് 15 പറയുന്നത്. അതായത് കുട്ടിയുടെ ഏതെങ്കിലും രൂപത്തിലുള്ള അശ്ലീല സാമഗ്രികൾ അതില്ലാതാക്കാനോ നശിപ്പിക്കാനോ അല്ലെങ്കിൽ നിയുക്ത അതോറിറ്റിക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അത് സൂക്ഷിക്കുകയും കൈവശം വയ്ക്കുകയും കൈമാറ്റം ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ 5000 രൂപയിൽ കുറയാത്ത പിഴ കിട്ടുന്നതാണ്. ഇനി ഇത് വീണ്ടും ആവർത്തിക്കുന്നതാണെങ്കിൽ 10000 രൂപയായിരിക്കും പിഴ. ഇനിയിപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ കോടതിയിലൊക്കെ തെളിവായിട്ട് കൊടുക്കുന്നതിനോ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് പിഴയും ശിക്ഷയൊന്നും ഉണ്ടാവില്ല. അതിന് പകരം പ്രചരിപ്പിക്കുന്നതിനോ പ്രദർശിപ്പിക്കുന്നതിനോ വിതരണം ചെയ്യുന്നതിനോ വേണ്ടിയിട്ട് ഒരു കുട്ടി ഉൾപ്പെടുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള അശ്ലീല സാമഗ്രികൾ സൂക്ഷിക്കുകയും കൈവശം വയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് 3 വർഷം വരെയുള്ള തടവോ അല്ലെങ്കിൽ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കാവുന്നതാണ്. വാണിജ്യ ആവശ്യത്തിനാണ് ഒരു കുട്ടി ഉൾപ്പെടുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള അശ്ലീല സാമഗ്രികൾ സൂക്ഷിക്കുകയോ കൈവശം വയ്ക്കുകയോ ഒക്കെ ചെയ്യുന്നതുണ്ടെങ്കിൽ 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ നീട്ടാവുന്നതുമായ തടവോ അല്ലെങ്കിൽ പിഴയോ രണ്ടും കൂടിയോ ലഭിക്കുന്നതാണ്. ഇനി ഈ കുറ്റകൃത്യം ആവർത്തിക്കുകയാണെങ്കിൽ 5 വർഷത്തിൽ കുറയാത്തതും 7 വർഷം വരെ നീളുന്നതുമായ തടവും പിഴ ശിക്ഷയും ലഭിക്കുന്നതാണ്. ഇനി വകുപ്പ് 16 പറയുന്നത് കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. അതായത് കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഒരാളെ പ്രേരിപ്പിക്കുക, ഒരു കുറ്റകൃത്യം ചെയ്യാൻ ഒന്നോ അതിലധികമോ ആൾക്കാരുമായിട്ട് ഗൂഢാലോചനയിൽ ഏർപ്പെടുകയും തൽഫലമായിട്ട് നിയമവിരുദ്ധമായ എന്തെങ്കിലും കുറ്റകൃത്യം നടത്തുകയും ചെയ്യുക. ഇനി നിയമവിരുദ്ധമായ ഒരു കാര്യത്തിന് മനഃപൂർവ്വം സഹായം നൽകുക. ഈ വകുപ്പ് 16 ശിക്ഷ, അതായത് പ്രേരണയ്ക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ് വകുപ്പ് 17 പറയുന്നത്. അപ്പോൾ ഈ നിയമത്തിന് കീഴിലുള്ള ഏതെങ്കിലും കുറ്റകൃത്യം പ്രേരണയെ തുടർന്നാണ് സംഭവിക്കുന്നതെങ്കിൽ അത്തരം പ്രേരണ നൽകിയ വ്യക്തിക്ക് ആ കുറ്റത്തിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള ശിക്ഷ തന്നെ ലഭിക്കുന്നതാണ്. വകുപ്പ് 18 പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി ഇത്തരത്തിൽ കുറ്റകൃത്യം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയോ ശ്രമിക്കുകയോ ഒക്കെ ചെയ്തു, പക്ഷേ ആ കുറ്റകൃത്യം കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ല, അതിന് മുൻപുള്ള സ്റ്റെപ്പ് വരെ അവർ ചെയ്തു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ജീവപര്യന്ത തടവിൻ്റെ പകുതി വരെ നീണ്ടു നിൽക്കുന്ന കാലത്തേക്കുള്ളതോ അല്ലെങ്കിൽ ആ പറയുന്ന കുറ്റകൃത്യത്തിന്, അപ്പം ഏത് കുറ്റകൃത്യമാണോ അവർ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ ഗൗരവതര പ്രവേശിത ലൈംഗിക അതിക്രമമാണ്, അപ്പോൾ 20 വർഷം തടവ് ജീവപര്യന്തമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ദൈർഘ്യമേറിയ തടവിൻ്റെ പകുതിയോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കുന്നതാണ്. സെക്ഷൻ 19 സെക്ഷൻ 19 കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി ഈ നിയമപ്രകാരമുള്ള കുറ്റകൃത്യം നടക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കുറ്റകൃത്യം നടന്നു എന്ന് അറിവുണ്ടെങ്കിൽ അയാൾ ആ വിവരം സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിലോ അല്ലെങ്കിൽ ലോക്കൽ പോലീസിനോ അറിയിക്കണം. അപ്പോൾ ഇത്തരത്തിൽ വിവരം നൽകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് രേഖാമൂലമാക്കുകയും എൻട്രി നമ്പർ നൽകുകയും വേണം. വിവരം നൽകിയ ആളിനെ വായിച്ചു കേൾപ്പിക്കണം. പോലീസ് യൂണിറ്റ് വെച്ചിട്ടുള്ള ബുക്കിൽ രേഖപ്പെടുത്തുകയും വേണം. ഇനി സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനോ ലോക്കൽ പോലീസിനോ കുറ്റകൃത്യത്തിന് ഇരയായ കുട്ടിക്ക് പരിചരണവും സംരക്ഷണവും ആവശ്യമാണെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം അതിനുള്ള കാരണങ്ങൾ രേഖപ്പെടുത്തി കുട്ടിക്ക് സംരക്ഷണവും പരിചരണവും കുട്ടിയെ ഷെൽട്ടർ ഹോമിലാക്കുകയോ അല്ലെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതടക്കം അടിയന്തരമായി നൽകാവുന്ന നടപടികൾ കേസ് റിപ്പോർട്ട് ചെയ്ത് 24 മണിക്കൂറിനകം സ്വീകരിക്കേണ്ടതാണ്. ഇനി സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് അല്ലെങ്കിൽ ലോക്കൽ പോലീസ് തുടങ്ങിയവർ അനാവശ്യ കാലതാമസം വരുത്താതെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ വിഷയം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെയും സ്പെഷ്യൽ കോടതിയിലും റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ അതും 24 hourനുള്ളിൽ നടത്തണം. അതുപോലെ തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലും സ്പെഷ്യൽ കോടതിയിലും 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യണം. ഇനി സ്പെഷ്യൽ കോടതി നിയോഗിച്ചിട്ടില്ലാത്ത പക്ഷം സെഷൻ കോടതി കുട്ടിക്ക് സംരക്ഷണവും പരിചരണവും നൽകേണ്ട ആവശ്യകതയെ സംബന്ധിച്ചും നടപടികളെക്കുറിച്ചിട്ടും റിപ്പോർട്ട് നൽകേണ്ടതാണ്. ഒരു കുട്ടിയാണ് പരാതി നൽകിയതെങ്കിൽ ആ പരാതി രേഖയാക്കേണ്ടത് കുട്ടിക്ക് അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായ ഭാഷയിലായിരിക്കണം. ഇനി ഉള്ളടക്കം രേഖപ്പെടുത്തുന്നതിന് കുട്ടിക്ക് മനസ്സിലാകാൻ പറ്റാത്ത ഭാഷയിലോ ഗ്രഹിക്കാൻ കഴിയാത്ത രീതിയിലോ ആണെങ്കിൽ ആ കുട്ടിയുടെ ആവശ്യത്തിനായി നിഷ്കർഷിക്കപ്പെട്ടിട്ടുള്ള ഫീസ് നൽകിക്കൊണ്ട് യോഗ്യതയും പ്രവൃത്തി പരിചയമുള്ള ഒരു വിവർത്തകനെ കുട്ടിക്ക് ലഭ്യമാക്കേണ്ടതാണ്.
ഇനി ഈ നിയമപ്രകാരം ഏതെങ്കിലും കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് അതിപ്പോൾ സിവിലോ ക്രിമിനലോ സതുദ്ദേശത്തോടെ നൽകുന്ന വിവരങ്ങളിന്മേൽ ആ ഒരു വ്യക്തിക്ക് ബാധ്യത ഉണ്ടായിരിക്കുന്നതല്ല. വകുപ്പ് 20 പറയുന്നത് കേസുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള മാധ്യമങ്ങളുടെയും സ്റ്റുഡിയോകളുടെയും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിക് സംവിധാനങ്ങളുടെയും ബാധ്യതയെ പറ്റിയിട്ടാണ്. അതായത് ഇപ്പോൾ മാധ്യമങ്ങൾ, ഹോട്ടൽ, ലോഡ്ജ്, ആശുപത്രി, ക്ലബ്ബ്, സ്റ്റുഡിയോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിക് സംവിധാനങ്ങളിലെ ജീവനക്കാരോ സ്ഥാപനങ്ങളോ അവരെത്ര പേര് തന്നെ ജോലിക്കുണ്ടായിരുന്നാലും കുട്ടികളെ ഇത്തരത്തിൽ ലൈംഗികമായിട്ട് അതിക്രമം ചെയ്യുന്ന തരത്തിലുള്ള എന്തെങ്കിലും ദൃശ്യങ്ങളൊക്കെ അവരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റിനെ അറിയിക്കേണ്ടതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിലുള്ള ക്യാമറയിൽ CCTVയിൽ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമത്തിൻ്റെ ദൃശ്യം പെട്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പരിശോധിച്ചപ്പോഴാണ് അവരത് കാണുന്നതെന്ന് വെക്കുക. അപ്പോൾ അവർ ആ കാണുന്ന മൊമെൻറ്റിൽ അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. വകുപ്പ് 19, വകുപ്പ് 20 പ്രകാരം എങ്ങനെയാണ് കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഇനി വകുപ്പ് 21 പറയുന്നത് കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യുന്നതിലെ റെക്കോർഡ് ചെയ്യുന്നതിലോ വീഴ്ച വരുത്തിയാലുള്ള ശിക്ഷയെക്കുറിച്ചിട്ടാണ്. അതായത് വകുപ്പ് 19, 20 പ്രകാരം ഒരു കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യാൻ വീഴ്ച വരുത്തുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷ 6 മാസം വരെ തടവോ അല്ലെങ്കിൽ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ആണ്. ഇനി ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിൻ്റെ ചുമതലയിൽ ഇരിക്കുമ്പോൾ അയാളുടെ നിയന്ത്രണത്തിലുള്ള ഒരു കീഴുദ്യോഗസ്ഥൻ നടത്തിയ കുറ്റകൃത്യമാണ് റിപ്പോർട്ട് ചെയ്യാൻ വീഴ്ച വരുത്തിയതെങ്കിൽ അയാൾക്ക് ലഭിക്കുന്ന ശിക്ഷ 1 വർഷം വരെ ആകുന്ന തടവും പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടിയാണ്. ഈ വ്യവസ്ഥകൾ നിയമപ്രകാരം ഒരു കുട്ടിക്ക് ബാധകമല്ല. ഇപ്പോൾ കുട്ടിയാണ് റിപ്പോർട്ട് ചെയ്യാൻ വീഴ്ച വരുത്തിയെന്നുണ്ടെങ്കിൽ അത് ബാധകമായിരിക്കുകയില്ല. വകുപ്പ് 22 വ്യാജ വിവരങ്ങൾക്കും വ്യാജ പരാതികൾക്കുമുള്ള ശിക്ഷയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ആരെങ്കിലെയും അപമാനിക്കാനായിട്ട് പോക്സോ ആക്ടിലെ വകുപ്പ് 3, 5, 7, 9 എന്നിവ പ്രകാരമുള്ള കുറ്റം ചെയ്തതായി വ്യാജ വിവരം നൽകുകയോ അല്ലെങ്കിൽ അപമാനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്ന വ്യക്തിക്കുള്ള ശിക്ഷ 6 മാസം തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയാണ്. വ്യാജ വിവരം നൽകുന്നത് കുട്ടിയാണെങ്കിൽ ശിക്ഷയില്ല കേട്ടോ. ഇനി ഒരു മുതിർന്ന വ്യക്തി ഒരു കുട്ടിക്കെതിരെ വ്യാജ പരാതി നൽകുകയും അതിൻ പ്രകാരം ആ കുട്ടി ഈ നിയമപ്രകാരമുള്ള കുറ്റകൃത്യത്തിന് ഇരയാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് 1 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കുന്നതാണ്. ഇനി മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമത്തെക്കുറിച്ചാണ് വകുപ്പ് 23 പറയുന്നത്. അപ്പോൾ വകുപ്പ് 23(1) പറയുന്നത് അപൂർണവും ആധികാരികവുമല്ലാത്ത വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു കുട്ടിയുടെ അഭിമാനത്തിനും സ്വകാര്യതയ്ക്കും കോട്ടം വരുത്തുന്നതായ വിവരങ്ങൾ മാധ്യമങ്ങൾ വഴി പരസ്യപ്പെടുത്തരുത്. അതായത് ഇത്തരത്തിലുള്ളൊരു കേസിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുട്ടിയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒന്നും, കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന തരത്തിലുള്ള ഡീറ്റെയിൽസ് ഒന്നും മാധ്യമങ്ങൾ വഴി പുറത്തുവിടാനായിട്ട് പാടില്ല. മാധ്യമത്തിലെ റിപ്പോർട്ടിലൂടെ കുട്ടിയുടെ തിരിച്ചറിയുന്ന തരത്തിലുള്ള പേര്, വിലാസം, ഫോട്ടോ, കുടുംബ വിവരങ്ങൾ അല്ലെങ്കിൽ സ്കൂൾ, അയൽപ്പക്കം അല്ലെങ്കിൽ കുട്ടിയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മറ്റു വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ടുകളൊക്കെ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ 6 മാസം മുതൽ 1 വർഷം വരെ തടവും പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടി ലഭിക്കുന്നതായിരിക്കും. എന്നാൽ കേസ് വിചാരണ ചെയ്യുന്ന സ്പെഷ്യൽ കോടതിയുടെ അല്ലെങ്കിൽ കുട്ടിയുടെ താല്പര്യപ്രകാരം അത്തരം വെളിപ്പെടുത്തലുകൾ അനുവദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ കേസ് വിചാരണ ചെയ്യുന്ന സ്പെഷ്യൽ കോടതിയുടെയോ അല്ലെങ്കിൽ കുട്ടിയുടെയോ താല്പര്യപ്രകാരം അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ വെളിപ്പെടുത്താനായിട്ട് അനുവദിക്കും. ഒരു പ്രസാധകനോ മാധ്യമത്തിൻ്റെ ഉടമയോ ഒറ്റയ്ക്കും കൂട്ടായും അവരുടെ ജീവനക്കാർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്കും വീഴ്ചകൾക്കും ബാധ്യസ്ഥരായിരിക്കും. ഇനി വകുപ്പ് 24 കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വീട്ടിൽ വെച്ചോ സാധാരണയായിട്ട് താമസിച്ചു വരുന്ന സ്ഥലത്ത് വെച്ചോ അല്ലെങ്കിൽ കുട്ടിക്ക് താല്പര്യമുള്ള സ്ഥലത്ത് വെച്ചോ കഴിയുന്നിടത്തോളം സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസറാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. രഹസ്യ സ്വഭാവമുള്ള ഇൻ ക്യാമറ നടപടിക്രമങ്ങളോടെ ആയിരിക്കണം കോടതി വിചാരണ ചെയ്യുക. 30 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതും കോടതി കുറ്റവിചാരണ 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ടതുമാണ്. അപ്പോൾ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്താനായിട്ട് 30 ദിവസമാണ് തന്നിരിക്കുന്നത്. ഇനി കുറ്റവിചാരണ 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ടതാണ്. പോലീസ് ഓഫീസർ ഈ ഒരു സമയത്ത് ഔദ്യോഗിക വേഷം അല്ലെങ്കിൽ യൂണിഫോം ധരിക്കാനായിട്ട് പാടില്ല. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ കുട്ടിയെ പരിശോധിക്കുമ്പോൾ കുട്ടി ഒരു സാഹചര്യത്തിലും പ്രതിയുമായിട്ട് യാതൊരുവിധ സമ്പർക്കത്തിലും ഏർപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം. യാതൊരു കാരണവശാലും ഒരു കുട്ടിയെ രാത്രികാലത്ത് പോലീസ് സ്റ്റേഷനിൽ തടങ്കലിൽ വെക്കാനായിട്ട് പാടില്ല. കുട്ടിയുടെ താല്പര്യം കണക്കിലെടുത്ത് സ്പെഷ്യൽ കോടതി നിർദ്ദേശിക്കുന്ന സാഹചര്യങ്ങളിൽ ഒഴികെ കുട്ടിയെ തിരിച്ചറിയത്തക്ക രീതിയിലുള്ള വിവരങ്ങൾ പൊതുമാധ്യമങ്ങളിൽ വരുന്നില്ല എന്ന് പോലീസ് ഓഫീസർ ഉറപ്പുവരുത്തണം.
കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം റിപ്പോർട്ട് ചെയ്യുന്നതിൽ സമയപരിധി ഒന്നും തന്നെ പോക്സോ നിയമം നിഷ്കർഷിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഹ്യൂമൻ റൈറ്റ്സ് വെച്ചാണെന്നുണ്ടെങ്കിൽ 1 വർഷത്തിനുള്ളിൽ നടന്ന സംഭവം മാത്രമേ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പോക്സോ നിയമപ്രകാരം എപ്പോൾ നടന്നത് വേണമെങ്കിലും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. സമയമൊന്നും നിഷ്കർഷിച്ചിട്ടില്ല. കുട്ടിയായിരുന്ന സമയത്ത് നേരിടേണ്ടി വന്ന അതിക്രമത്തെക്കുറിച്ചിട്ട് ഏത് പ്രായത്തിൽ വേണമെങ്കിലും ഒരാൾക്ക് പരാതി നൽകാനായിട്ട് സാധിക്കും. ഇനി വകുപ്പ് 25 പറയുന്നത് കുട്ടിയുടെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തുന്ന വിധത്തെ പറ്റിയിട്ടാണ്. നിലവിലുള്ള നിയമപ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയാണെങ്കിൽ ആ നിയമത്തിൽ എന്തു തന്നെ അടങ്ങിയിരുന്നാലും കുട്ടി പറയുന്നത് അതുപോലെ തന്നെ രേഖപ്പെടുത്തണം. ഇനി ക്രിമിനൽ നടപടി നിയമപ്രകാരം മൊഴി രേഖപ്പെടുത്തുമ്പോൾ കുറ്റാരോപിതന്റെ അഭിഭാഷകന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം എന്ന വ്യവസ്ഥ ഇവിടെ ബാധകമല്ല. അതുപോലെ തന്നെ പോലീസ് അന്തിമ റിപ്പോർട്ടിന്റെ ഒരു ഫയല് മജിസ്ട്രേറ്റിന്റെ നിർദ്ദിഷ്ട രേഖയുടെ ഒരു പകർപ്പ് കുട്ടിക്കോ മാതാപിതാക്കൾക്കോ കുട്ടിയുടെ പ്രതിനിധിക്കോ നൽകേണ്ടതാണ്. വകുപ്പ് 26 പറയുന്നത് മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള അനുബന്ധ വ്യവസ്ഥകളാണ്. ഇപ്പോൾ മജിസ്ട്രേറ്റോ പോലീസ് ഉദ്യോഗസ്ഥനോ കുട്ടിയുടെ മാതാപിതാക്കളുടെയോ കുട്ടിക്ക് വിശ്വാസമുള്ള മറ്റേതെങ്കിലും വ്യക്തിയുടെയോ സാന്നിധ്യത്തിലായിരിക്കണം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത്. മജിസ്ട്രേറ്റിനോ പോലീസ് ഓഫീസർക്കോ അനിവാര്യമായ സാഹചര്യങ്ങളിൽ വേതനാടിസ്ഥാനത്തിൽ ആവശ്യമായ യോഗ്യതകളും പരിചയവുമുള്ള ഒരു വിവർത്തകന്റെ സഹായം തേടാം. കുട്ടിക്ക് മാനസികമായോ ശാരീരികമായോ പരിമിതിയുണ്ടെങ്കിൽ ആശയവിനിമയത്തിനായി മറ്റും വേതനാടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക അധ്യാപകന്റെയോ പരിചയമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ സഹായം മജിസ്ട്രേറ്റിനോ പോലീസ് ഓഫീസർക്കോ ഉറപ്പുവരുത്താവുന്നതാണ്. ഇനി പോലീസ് ഓഫീസറും മജിസ്ട്രേറ്റും കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ കഴിയാവുന്നിടത്തോളം അത് ദൃശ്യശ്രവ്യ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഉപാധികളിലൂടെ റെക്കോർഡ് ചെയ്യണമെന്ന് ഉറപ്പുവരുത്തണം. ഇനി വകുപ്പ് 27 കുട്ടിയുടെ വൈദ്യപരിശോധനയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒരു കുട്ടി ലൈംഗിക കുറ്റകൃത്യത്തിന് വിധേയനായെന്നറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും പോക്സോ നിയമപ്രകാരം കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ സെക്ഷൻ 164A പ്രകാരവും കുട്ടിക്ക് വൈദ്യസഹായം നൽകണം. വൈദ്യപരിശോധന നടത്തേണ്ടത് കുട്ടിയുടെയോ രക്ഷിതാക്കളുടെയോ കുട്ടിക്ക് വിശ്വാസമുള്ള വ്യക്തിയുടെയോ സാന്നിധ്യത്തിലായിരിക്കണം. ഇര പെൺകുട്ടിയാണെങ്കിൽ വൈദ്യപരിശോധന നടത്തേണ്ടത് ഒരു വനിതാ ഡോക്ടറാണ്. ഇനി കുട്ടിയുടെ രക്ഷിതാവിനോ മറ്റു വ്യക്തികൾക്കോ കുട്ടിയുടെ വൈദ്യപരിശോധന സമയത്ത് ഹാജരാകാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ ആശുപത്രിയിലെ മേലധികാരി അല്ലെങ്കിൽ ഉയർന്ന അധികാരി നിഷ്കർഷിക്കുന്ന ഏതെങ്കിലും ഒരു വനിതയുടെ സാന്നിധ്യത്തിലായിരിക്കണം വൈദ്യപരിശോധന നടത്തേണ്ടത്. ഇനി കേസ് റിപ്പോർട്ട് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ പോലീസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ജുവനൈൽ പോലീസ് യൂണിറ്റ് കുട്ടിക്ക് വേണ്ട വൈദ്യപരിശോധന നൽകുന്നതിന് വേണ്ടി ഏറ്റവും അടുത്ത ആശുപത്രിയെ സമീപിക്കേണ്ടതാണ്. ഇനി വകുപ്പ് 28 പ്രകാരം പ്രത്യേക കോടതികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. വേഗത്തിൽ വിചാരണകൾ നടത്തുന്നതിനായിട്ട് സംസ്ഥാന സർക്കാരോ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായിട്ട് കൂടിയാലോചിച്ച് സംസ്ഥാന സർക്കാരിന് ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ഈ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ വേഗത്തിൽ വിചാരണ ചെയ്യുന്നതിന് വേണ്ടി ഓരോ ജില്ലയിലും ഒരു സെഷൻസ് കോടതിയെയോ അല്ലെങ്കിൽ സ്പെഷ്യൽ കോടതിയെയോ നിയോഗിക്കാവുന്നതാണ്. ഈ നിയമത്തിന് കീഴിൽ രൂപവൽക്കരിച്ചിട്ടുള്ള പ്രത്യേക കോടതിക്ക് നമ്മുടെ 2000 IT ആക്ടിലെ 67B പ്രകാരമുള്ള കുറ്റകൃത്യത്തിന് കുട്ടികളെ ലൈംഗികമായി പോണോഗ്രഫിയൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത കുറ്റകൃത്യത്തിനും ശിക്ഷിക്കാനായിട്ട് അവർക്ക് അധികാര പരിധിയുണ്ട്. ഈ നിയമത്തിന് കീഴിലുള്ള ഒരു കുറ്റം വിചാരണ ചെയ്യുമ്പോൾ ക്രിമിനൽ നടപടി നിയമപ്രകാരം പ്രതികൾക്കെതിരെ ചുമത്താവുന്ന മറ്റു കുറ്റങ്ങൾക്ക് കൂടി പ്രത്യേക കോടതിക്ക് വിചാരണ ചെയ്യാനായിട്ട് സാധിക്കും. വകുപ്പ് 32 സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ നിയമപ്രകാരമുള്ള കേസുകളുടെ നടത്തിപ്പിനായിട്ട് മാത്രം സംസ്ഥാന സർക്കാർ ഔദ്യോഗിക വിജ്ഞാപനത്തിലൂടെ ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ ഓരോ സ്പെഷ്യൽ കോടതിയിലും നിയമിക്കുന്നുണ്ട്. അഭിഭാഷകനായിട്ട് 7 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ള ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കപ്പെടാൻ യോഗ്യതയുള്ളൂ. കേന്ദ്ര സംസ്ഥാന സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക കുട്ടിക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ട എല്ലാ നടപടിക്രമങ്ങളും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് സ്വീകരിക്കേണ്ടത്. കുട്ടികളുടെ പ്രത്യേക കോടതികൾ നിർവഹിക്കേണ്ട കർത്തവ്യങ്ങളെ കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. പോക്സോ കേസുകളുടെ വിചാരണ കൊഗ്നിസൻസ് എടുത്ത് 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുക. കൊഗ്നിസൻസ് എന്ന് പറയുമ്പോൾ ഈ ക്രിമിനൽ കേസൊക്കെ രജിസ്റ്റർ ചെയ്യുന്ന നടപടിക്രമങ്ങളാണ്. കോടതി നടപടികളിൽ കുട്ടിയുടെ കുടുംബാംഗങ്ങൾ, രക്ഷകർത്താവ്, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, കുട്ടികൾക്ക് വിശ്വാസമുള്ളവരുടെ സാന്നിധ്യം എന്നിവ ഉറപ്പുവരുത്തുക. കോടതിയിൽ തെളിവ് നൽകുന്നതിനായി കുട്ടിയെ ആവർത്തിച്ച് വിളിപ്പിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. കുട്ടിയുടെ അന്തസ്സിന് ഹാനികരമാകുന്ന തരത്തിൽ പ്രകോപനപരമായ തരത്തിലോ ഉള്ള ചോദ്യങ്ങൾ അനുവദിക്കാൻ പാടില്ല. കുട്ടിയെ തിരിച്ചറിയുന്ന വിവരങ്ങൾ, വ്യക്തിവിവരങ്ങൾ അന്വേഷണ സമയത്തോ വിചാരണ വേളയിലോ വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് ഉറപ്പുവരുത്തുക. മാനസികമായും ശാരീരികവുമായി പിന്തുണയ്ക്കാനായിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററുടെ സേവനം ലഭ്യമാക്കുക. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ദൃശ്യശ്രവ്യ മാധ്യമങ്ങളുടെ സഹായത്തോടെ തെളിവ് ശേഖരിക്കുക.
കൂടാതെ ദൃശ്യാഭിമുഖം വഴിയും മൊഴി രേഖപ്പെടുത്താവുന്നതാണ്. രക്ഷിതാക്കളുടെയോ കുട്ടിക്ക് വിശ്വാസമുള്ള വ്യക്തിയുടെയോ സാന്നിധ്യത്തിൽ കോടതി നടപടികൾ ഇൻ ക്യാമറയായിട്ട് നടത്തേണ്ടതാണ്. കുട്ടിയെ സംബന്ധിച്ച തെളിവ് കോടതി കൊഗ്നിസൻസ് എടുത്ത് 30 ദിവസത്തിനുള്ളിൽ രേഖപ്പെടുത്തേണ്ടതാണ്. കൊഗ്നിസൻസ് എടുത്ത് 1 വർഷത്തിനുള്ളിൽ കേസിന്റെ വിചാരണ പൂർത്തിയാക്കേണ്ടതാണ്. കേസിന്റെ വിചാരണ കാലയളവിൽ ഇടക്കാല നഷ്ടപരിഹാരം കുട്ടിക്ക് ലഭ്യമാക്കേണ്ടതാണ്. ലൈംഗിക കുറ്റകൃത്യം നടന്നതായി ആരോപിക്കപ്പെട്ട സമയത്ത് കുറ്റകൃത്യം ചെയ്ത വ്യക്തിയുടെ പ്രായം 18 വയസ്സിന് താഴെയാണെങ്കിൽ 2015 ബാലനീതി നിയമം ബാധകമായിരിക്കും. കുട്ടി തെളിവ് നൽകുന്ന സമയത്ത് പ്രതിയെ കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തണം. വിചാരണയ്ക്ക് മുമ്പും വിചാരണ ഘട്ടത്തിലും തെളിവുകൾ രേഖപ്പെടുത്തുന്നതിന് കുട്ടികളെ സഹായിക്കുവാനായിട്ട് വിദഗ്ധരുടെ ഒരു സേവനം സ്വീകരിക്കാവുന്നതാണ്. വിചാരണ സമയത്ത് കുട്ടിക്ക് വേണമെങ്കിൽ ഇടവേളകൾ അനുവദിക്കാവുന്നതാണ്. പറഞ്ഞ സ്പെഷ്യൽ കോടതികളുടെ കർത്തവ്യങ്ങളിൽ ചില വകുപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും കൂടി ഒന്ന് പറയാം. സ്പെഷ്യൽ കോടതി കുറ്റകൃത്യം നടപടിക്കെടുത്ത് 30 ദിവസത്തിനുള്ളിൽ കുട്ടിയുടെ തെളിവ് രേഖപ്പെടുത്തണം എന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 35. ഇനി തെളിവുകൾ രേഖപ്പെടുത്തുന്ന വേളയിൽ കുട്ടിയെ കുറ്റാരോപിതൻ കണ്ടുമുട്ടുന്നില്ലെന്ന് പ്രത്യേക കോടതി ഉറപ്പാക്കണം. അത് വകുപ്പ് 36. ഇനി പോക്സോ കേസ് വിചാരണ നടത്തേണ്ടത് രഹസ്യമായിട്ടായിരിക്കണം. അതുപോലെ തന്നെ ഇൻ ക്യാമറ ട്രയൽ വേണം എന്ന് പറയുന്നത് വകുപ്പ് 37. ഇനി കുട്ടിയുടെ തെളിവെടുക്കുമ്പോൾ കോടതിക്ക് ഒരു വിവർത്തകന്റെയോ വ്യാഖ്യാതാവിൻ്റെയോ സഹായം ലഭ്യമാക്കാം എന്ന് പറയുന്നത് വകുപ്പ് 38. അഭിഭാഷകന്റെ സഹായം ലഭിക്കാനുള്ള കുട്ടിയുടെ അവകാശവുമായി ബന്ധപ്പെട്ട വകുപ്പാണ് വകുപ്പ് 40. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ വകുപ്പ് 32. പക്ഷേ അത്തരത്തിൽ അഭിഭാഷകനെ കിട്ടാനുള്ള കുട്ടിയുടെ അവകാശം പറയുന്നത് വകുപ്പ് 40. പോക്സോ നിയമത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിൽ അവബോധം ഉണ്ടാക്കണം എന്ന് പറയുന്ന വകുപ്പ് 43. ഇത്രയും ഡീറ്റെയിൽസ് ആണ് പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് വന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന മാക്സിമം നമ്മൾ കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻഫിനിറ്റ് ഡ്യൂ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്